ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പുതിയതായി ജോയിൻ ചെയ്തവരുണ്ടോ? ന്യൂ സ്റ്റുഡൻസ് ഉണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ ആവണില്ല എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല. അതുകൊണ്ട് മാക്സിമം റെസ്പോണ്ട് ചെയ്യുക. കുറച്ച് പേരേ ക്ലാസ്സിലുള്ളൂ. കുറച്ച് പുതിയ കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടു പരിചയമില്ലാത്ത കുറച്ച് നെയിം കാണുന്നുണ്ട്. അപ്പൊ പുതിയ സ്റ്റുഡൻസ് ആവുമെന്ന് വിചാരിക്കുന്നു. അല്ലാത്തവർക്ക് അറിയുന്നുണ്ടാവും. മാക്സിമം റെസ്പോണ്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക. ഓക്കെ ഓക്കെ. എല്ലാ ക്ലാസ്സും ഈ ടൈമിലല്ല കേട്ടോ. 7:30 തന്നെ ആയിരിക്കും നോർമൽ. ബാക്കി എല്ലാ ക്ലാസ്സും എൻ്റെ ഒരു ക്ലാസ് മാത്രമായിരിക്കും ഒരു 9 PM നോർമലി വെക്കാറ്. ബാക്കി ഏതെങ്കിലും ക്ലാസ്സിന് ടൈം വ്യത്യാസം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടും. പിന്നെ പുതിയ കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യമായിട്ട് നിങ്ങൾ ആപ്പ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് നല്ല ഉണ്ടാവും. 2 ദിവസത്തിന്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. 2 ദിവസം നിങ്ങൾ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ക്രാഷ് കോഴ്സിൽ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. റെഗുലർ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർ, നമ്മൾ ഒരു കോഴ്സിലും ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. ആദ്യം ഒരു യൂസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുള്ളൂ. പിന്നെ യൂസ് ചെയ്ത് ശീലമായാൽ അതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആപ്പ് ക്ലിയർ ആവും. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ആയിരിക്കും എവിടെയാണ് ലൈവ് ക്ലാസ് നടക്കുന്നത്, എവിടെയാണ് റെക്കോർഡഡ് ക്ലാസ് കിടക്കണേ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. 2-3 ദിവസം ആപ്പ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇടയ്ക്ക് നിങ്ങൾ ആപ്പ് സ്ക്രീൻഷോട്ട് ഒന്നും പറ്റില്ല. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും വേറെ സ്ക്രീൻഷോട്ടോ വേറെ എന്തെങ്കിലും നോക്കിയാൽ സേവ് ചെയ്യാനോ വല്ലതും നോക്കുമ്പോൾ ചിലപ്പോൾ അത് എന്ത് ചെയ്യും, സസ്പീഷ്യസ് ആക്ടിവിറ്റി കാണിക്കും. അപ്പോൾ ഞങ്ങൾ ക്ലിയർ ചെയ്യും. എന്നാലും അത് പേടിക്കേണ്ട. അപ്പൊ സ്ക്രീൻഷോട്ട് ഒന്നും അലൗഡ് അല്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ചോദിച്ചു പോവുക. നോട്ട്സ് മാക്സിമം എഴുതിയെടുക്കുക. ഓക്കെ. എന്നെ എന്റെ പേര് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കണു. എന്റെ പേര് ശ്രുതി എന്നാണ്. വീട് പാലക്കാടാണ്. ഒറ്റപ്പാലത്താണ് എന്റെ വീട്. ഞാൻ വർക്ക് ചെയ്യാണ്. കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യാണ്. തൃശ്ശൂരാണ് ഞാൻ വർക്ക് ചെയ്യണത്. പിന്നെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ കോപ്പറേറ്റീവ് ലോ ആയിരിക്കും കേട്ടോ ക്ലാസ് എടുക്കുന്നത്. ഓരോ സബ്ജക്റ്റിനുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. ഞാൻ ലോ ആയിരിക്കും. ലോ മാത്രമല്ല, കൂടുതലും ലോ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. കുറെ പേർക്കെങ്കിലും പരിചയം ഉണ്ടാവും. ഞാൻ മുന്നേ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. പുതിയ കുട്ടികൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ സുഭാഷ് സാറും പാരിഷ മിസ്സൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഇൻട്രൊഡക്ഷനിൽ സുഭാഷ് സാർ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണ് ക്ലാസ്, എങ്ങനെ പഠിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ വീണ്ടും അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ പഠിച്ചാൽ കിട്ടും. കാരണം ഞാൻ നിങ്ങളെ പോലെ സ്റ്റുഡന്റ് ആയിരുന്നു. പഠിച്ച് ലിസ്റ്റിൽ വന്ന് ജോലി മേടിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസോട് കൂടി പറയുന്നത്. പഠിച്ചാൽ, നമുക്ക് വേണം എന്ന് വിചാരിച്ച് പഠിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ചിലപ്പോൾ 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്താൽ 5-ാമത്തെ പ്രാവശ്യം കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ഒരിക്കൽ കിട്ടിയില്ല, 2-ാമത് കിട്ടിയില്ല, ചിലർക്ക് 10 പ്രാവശ്യം എഴുതി കിട്ടുന്നവരും ഉണ്ട്. ഫസ്റ്റ് എക്സാം തന്നെ ക്ലിയർ ചെയ്യുന്നവരും ഉണ്ട്. അത് ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കും. പക്ഷെ പരിശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ചിലവർ ഏജ് ലിമിറ്റ് കഴിയുന്ന സമയത്ത് 40 എബോവ് ഒക്കെ ആയിട്ട് കിട്ടുന്നവരുണ്ട്. ചിലവർ 20-21 ഏജിൽ കിട്ടുന്നവരും ഉണ്ട്. അതിപ്പോ നമ്മൾ പഠിക്കുന്ന നമ്മുടെ സാഹചര്യം പോലെ ഇരിക്കും. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല പഠിക്കാൻ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത്. ചിലർക്ക് ഫുൾ ടൈം പഠിക്കാൻ കിട്ടുന്നവരുണ്ടാവും. ചിലർ വർക്ക് കഴിഞ്ഞിട്ട് പഠിക്കുന്നവരുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ചേച്ചിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളുടെ ഒക്കെ നോക്കിയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നന്നായി പഠിക്കുക. കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല പഠിക്കേണ്ടത്. അടുത്ത എക്സാം തന്നെ കിട്ടണം എന്ന് വിചാരിച്ച് പഠിക്കുക. പിന്നെ ഇപ്പൊ 55-58 ഉള്ളിൽ നിൽക്കുന്നവരുണ്ടാവും. എപ്പോഴും 60 കടക്കാൻ പറ്റാതെ നിൽക്കുന്നവര്. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നന്നായി പഠിച്ചാൽ കിട്ടും. ഇംഗ്ലീഷ് മാത്സ് ഒക്കെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ കിട്ടും. ചിലപ്പോൾ 3-4 പ്രാവശ്യമായിട്ട് 60 വരെ എത്തി നിൽക്കുന്നവരുണ്ടാവും അല്ലേ? 59-60, 59-60. പിന്നെ അവസാനം ഫൈനൽക്ക് വരുമ്പോൾ വീണ്ടും കുറയും. അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ആദ്യമൊക്കെ. 55 കിട്ടും, 56 കിട്ടും, 58 കിട്ടും. പിന്നെയാണ് 60 എബോവ് ഒക്കെ കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ അത് പഠിച്ചുകൊണ്ട് തന്നെ കിട്ടുന്നതല്ലേ. പഠിച്ചാൽ കിട്ടും. അതിനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയാലോ ബികോം ബാക്ക്ഗ്രൗണ്ട് ആയാലോ എന്ത് തന്നെ ആയാലും പ്രശ്നമില്ല. പഠിച്ചാൽ മതി. പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതി. ഏറ്റവും നന്നായിട്ട് എഫേർട്ട് ചെയ്ത് എടുക്കുക. നിങ്ങൾക്കത് കിട്ടും ഒരു എക്സാം.
പിന്നെ മാക്സിമം നമ്പർ ഓഫ് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാന്നുള്ളൊരു മാക്സിമം നമ്പർ ഓഫ് ബാങ്ക്സ് ഒക്കെ വെക്കുക. വീടിന്റെ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായി പഠിച്ച് ആ ഒരു ബാങ്കിൽ തന്നെ കിട്ടണം എന്ന് വിചാരിച്ച് പഠിക്കുക. അപ്പൊ അടുത്ത ഓരോ ഡിസ്ട്രിക്റ്റിൽ ഓരോ പോലെയാണ്. ഇപ്പൊ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊക്കെ അടുത്ത ലിസ്റ്റിൽ നല്ല വാക്കൻസി ഉണ്ട്. അപ്പൊ എല്ലാവിടെയും കൊടുക്കുക. ജോലി കിട്ടിയിട്ടല്ലേ പിന്നെ മാറേണ്ടതൊക്കെ പിന്നെ നമുക്ക് നോക്കാം. ആദ്യം ജോലിയല്ലേ വലുത്. അപ്പൊ കുറച്ച് ദൂരെ ആയാലും വർക്ക് ചെയ്യാനൊക്കെ നോക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ക്രാഷ് കോഴ്സ് അല്ലല്ലോ അല്ലെ. നമ്മൾ ക്രാഷ് കോഴ്സിലുള്ളവർക്ക് അറിയാം നമ്മൾ പെട്ടെന്ന് എല്ലാ പോർഷൻസും റാൻഡ് ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇത് റെഗുലർ കോഴ്സ് ആണ്. പിന്നെ നമ്മുടെ ആദ്യം തൊട്ടേ ഉള്ള സ്റ്റുഡൻസിന് അറിയുമായിരിക്കും എങ്ങനെയാണ് ക്ലാസ്, എങ്ങനെയാണ് എടുത്തു പോയിരുന്നതെന്നൊക്കെ അറിയുമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ പറയണത്. ഓൾറെഡി അറിയുന്നവരുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ക്ഷമിച്ച് കേൾക്കുക. കാരണം കുറെ പുതിയ കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടി പറയുകയാണ്. നോട്ട്സ് മാക്സിമം നിങ്ങൾ എഴുതിയെടുക്കുക. കാരണം നിങ്ങൾ എഴുതിയെടുക്കുന്ന നോട്ടാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ കാലത്തും ഉണ്ടാവും. ഈ PDF ഇട്ട് തന്നു വെച്ചാൽ നിങ്ങൾ ഒരിക്കൽ PDF വായിക്കും, പിന്നെ അത് വായിക്കില്ല. പക്ഷെ നോട്ട്സ് ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ ഒരു കൊല്ലം എന്ന് പറയുന്നത് CSEB, ഇനിയിപ്പോ ഒരു സെപ്റ്റംബറിൽ CSEB എക്സാം ഉണ്ടാവും, പിന്നെ ഒരു ഡിസംബറിൽ CSEB എക്സാം ഉണ്ടാവും, അതിന് മുന്നേ ഇൻസ്പെക്ടറുടെ ഉണ്ടാവും, കേരള ബാങ്കിന് ഉണ്ടാവും. അപ്പൊ 4 എക്സാം തന്നെ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വർഷം കിട്ടുന്നത്. നന്നായി പഠിച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു എക്സാം ഷുവർ ആയും കിട്ടും. ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ലൊരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും നല്ലൊരു പോസ്റ്റ് ആണ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ലൈഫ് പിന്നെ ഒന്നും നോക്കണ്ട. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് കിട്ടണം, പഠിക്കുക. ഓക്കെ, അപ്പൊ ലോ ആണ് ഞാൻ എടുക്കുന്നത്. ലോ എടുക്കുമ്പോൾ നമുക്ക് അറിയാലോ എത്ര സെക്ഷനും എത്ര റൂളും ഉണ്ട് കോപ്പറേറ്റീവ് ലോയിൽ നമുക്ക് പഠിക്കാൻ. കോപ്പറേറ്റീവ് ലോയിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്ട്, ഓരോ സബ്ജക്റ്റിൽ എത്ര മാർക്ക് എന്നൊക്കെ അറിയാലോ. ലോ 110 സെക്ഷനും 201 റൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏറെക്കുറെ എല്ലാം തന്നെ ഡീപ്പായി തന്നെ പഠിക്കണം. കാരണം ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഡീപ്പാണല്ലേ. ചില എക്സാമിന് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ചില എക്സാമിന് കുറച്ച് ഡീപ്പായിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാം പഠിക്കണം, എല്ലാ സെക്ഷനും എല്ലാ റൂളും എങ്ങനെ വന്നാലും എഴുതാൻ പഠിക്കണം. പിന്നെ ഈ തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ലോ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാല് പെട്ടെന്ന് മറന്നു പോകും. 30, 60, 1 മാസം, 2 മാസം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡേറ്റ്സ് ഒക്കെ എപ്പോഴും കൺഫ്യൂഷൻ ആവും. അപ്പൊ ആ ഡേറ്റ്സ് ഒക്കെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ എന്താ വേണ്ടത്? കണ്ടിന്യൂസ്ലി ആയിട്ട് റിപ്പീറ്റ് ആയി പഠിക്കുക. അപ്പൊ ഇന്ന് ഞാൻ 1 മുതൽ 10 വരെ സെക്ഷൻ എടുത്തു എന്ന് വെച്ചാല് ഇന്ന് ആ സെക്ഷൻ നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത ദിവസവും 1 മുതൽ 10 വരെ പഠിക്കുക. പിന്നെ ഈ 10 മുതൽ 20 വരെ എടുക്കുമ്പോൾ ഈ 1 മുതലുള്ള 10 വരെയുള്ള സെക്ഷൻസ് മറക്കരുത്. ലോ എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ നമുക്ക് 25 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പുറത്തുനിന്ന് ഒന്നും ചോദിക്കില്ല. ഇപ്പൊ ബാങ്കിങ് ആയാലും അക്കൗണ്ടൻസി ആയാലും കോർപ്പറേഷൻ ആയാലും പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ഈ കോപ്പറേറ്റീവ് ലോ എന്ന സബ്ജക്റ്റിൽ നിന്ന് പുറത്തുനിന്ന് ഒന്നും ചോദിക്കാൻ പറ്റില്ല. നമ്മൾ എന്തോ പഠിച്ചത് അതേ വരുള്ളൂ. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായി തറോ ആയിട്ട് പിന്നെ ഒരു ഡൗട്ടും വരരുത്. 30 ആണോ 60 ആണോ 1 മാസമാണോ അങ്ങനെ ഒരിക്കലും ഡൗട്ട് വരരുത്. ആ ഡൗട്ട് ഇല്ലാണ്ട് ക്ലിയർ ആയി പഠിച്ചാൽ ഏറ്റവും നല്ലൊരു സബ്ജക്ട് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലോ ആണ്. പിന്നെ തുടക്കക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ലോ ആയിരിക്കും. അത് ഇതുകൊണ്ടാണ് മാറിപ്പോണു, ഒന്നും ഓർമ്മ നിൽക്കണില്ല, സെക്ഷന്റെ പേര് ഓർമ്മ നിൽക്കണില്ല, റൂളിന്റെ പേര് ഓർമ്മ നിൽക്കണില്ല. ഇതൊക്കെ ഓർമ്മ നിൽക്കും. പഠിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി. പിന്നെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് ലോ ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ്, നിങ്ങളൊന്നും ചോദിക്കണില്ല എന്നോട്. അപ്പൊ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. വേറെ ഒന്നും ചോദിക്കാനുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതല്ലെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം അന്നന്ന് എടുക്കേണ്ട അന്ന് തന്നെ പഠിച്ചു പോവുക. എക്സാംസ് ഇടും ഡെയിലി. മാക്സിമം ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യുക. 160 മാർക്സിന്റെ ഒക്കെ എഴുതുമ്പോൾ മാക്സിമം നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ കൂടെ ഉള്ളവർ പഠിക്കണ്ടോ നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ? പിന്നെ ഇതിൽ കുറെ പേർക്ക് നല്ല സ്കോർ കിട്ടുന്നവരുണ്ടാവും. അവർ കുറെ കാലമായിട്ട് എക്സാം എഴുതുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ ലെവൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ? ക്ലാസ് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മളൊരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതിന്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ നമുക്ക് കണ്ടുപഠിക്കാമായിരുന്നു. അപ്പൊ അതില്ലല്ലോ. നിങ്ങളുടെ കൂടെ ഒരുപാട് പേര് കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിൽ വെക്കുക. പുതിയ അമെന്റ്മെന്റ് ഇനി പഠിക്കേണ്ടി വരും. കാരണം അത് ഗവർണർ സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് പുതിയ അമെന്റ്മെന്റിന്റെ, അതായത് ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പുതിയ അമെന്റ്മെന്റ് വെച്ചിട്ടല്ല ക്ലാസ് എടുക്കുന്നത്. പഴയ സെക്ഷൻ റൂളും വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇത്രയും കാലം പഠിക്കണ്ടായിരുന്നു. ആ അമെന്റ്മെന്റ് നിലവിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഗവർണർ സൈൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് മിക്കവാറും അടുത്ത എക്സാമിന് അത് പുതിയ അമെന്റ്മെന്റ് വെച്ചിട്ടുള്ള ആയിരിക്കും പഠിക്കേണ്ടി വരിക. പക്ഷെ ഞാൻ ഇപ്പൊ എടുക്കുന്നത് പഴയ രീതിയിലാണ്. നമുക്കിത് എക്സാമിന് വരും എന്നൊക്കെ ഉറപ്പ് ആക്കിയിട്ട് ഷുവർ ആക്കിയിട്ട് ഞാൻ അതായത് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ വന്ന ഈ 2023 വന്ന അമെന്റ്മെന്റിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ അത് മാറ്റങ്ങൾ ഉള്ളത് ഞാൻ അപ്പം മാറ്റി പഠിപ്പിക്കാം.
ഇപ്പൊ ഞാൻ എന്തായാലും പഴയ രീതിയിലുള്ളതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഒരിക്കൽ നമുക്കത് മാറ്റി പഠിക്കണം എന്ന് വരുമ്പോ അത് തന്നെ പഠിക്കണം. പക്ഷെ ഇപ്പൊ എടുക്കുന്നത് പഴയ രീതിയിലാണ്. ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, KCS ആക്ട്. എന്താ KCS ആക്ടിന്റെ ഫുൾ ഫോം? KCS ആക്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് KCS ആക്ടിന്റെ ഫുൾ ഫോം? KCS ആക്ടിന്റെ ഇയർ എപ്പോഴും പറയാറില്ലേ നമ്മൾ KCS ആക്ടിന്റെ ഇയർ? KCS ആക്ട് 1969, 1969 എന്ത് ചെയ്തിരിക്കുന്നത്? KCS ആക്ട് പാസ് ചെയ്തിരിക്കുന്നത്. KCS ആക്ട് പാസ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. KCS ആക്ട് എന്താണ്? കേരള കോപ്പറേറ്റീവ്സ്. ഓരോ പഠിക്കുന്ന പോയിന്റും വൃത്തിയായി തന്നെ പഠിക്കുക. പിന്നെ അതിലൊരു ഡൗട്ട് ഉണ്ടാവരുത്. നിങ്ങളുടെ നോട്ട്സ് ഉള്ളവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് എഴുതിയെടുത്തോളൂ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി തറാവും. ഒരിക്കലും നഷ്ടം വരില്ലല്ലോ. വീണ്ടും വീണ്ടും പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുന്നത് കൊണ്ട് ഒരിക്കലും നഷ്ടമല്ല ഉണ്ടാവണത്. അത്രയും നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഉറപ്പിക്കുകയാണ്. അപ്പൊ ഒരിക്കലും നഷ്ടമായി വിചാരിക്കേണ്ട. നോട്ട്സ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒന്നും കൂടി എഴുതിയെടുത്തോളൂ. ഓൾറെഡി നമ്മുടെ മുന്നത്തെ കോഴ്സിലുള്ളവരാണെങ്കിൽ അഡീഷണൽ പോയിന്റ്സ് മാത്രം എഴുതിയെടുത്താൽ മതി. അതല്ലാത്തവർ എന്ത് ചെയ്യുക? മാക്സിമം നോട്ട്സ് എഴുതിയെടുക്കുക. ഓരോ പോയിന്റും വിലപ്പെട്ടതാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ KCS ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അത് 1969 എത്രാമത്തെ ആക്ട് ആണ് KCS ആക്ട് എന്ന് പറയുന്നത്? 21ാമത്തെ. അപ്പൊ നമുക്ക് എല്ലാ ആക്ട് പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം? നിർബന്ധമായിട്ട് എന്ത് പഠിക്കണം? ആക്ട് നമ്പർ പഠിക്കണം. അപ്പൊ KCS ആക്ടിന്റെ ആക്ട് നമ്പർ എത്രയാണ്? 21. അതായത് 1969 ഇറങ്ങിയ 21ാമത്തെ ആക്ട് ആണ് ഏതെന്ന് പറയുന്നത്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓക്കെ, അപ്പൊ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആക്ട് നമ്പർ എത്രയാണ്? 21. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? KCS ആക്ട് എപ്പോ നിലവിൽ വന്നു? KCS റൂൾ എപ്പോ നിലവിൽ വന്നു? എത്ര പഠിച്ചാലും വീണ്ടും കൊണ്ടുപോയി മാറ്റി വെക്കും. കാരണം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഓപ്ഷൻസ് ആയിരിക്കും അവർ തരിക. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരും. അപ്പൊ ഒരിക്കലും മറക്കരുത് കേട്ടോ. അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ട കാര്യമാണ് എന്നാണ് KCS ആക്ട് നിലവിൽ വന്നത്, എന്നാണ് KCS റൂൾ നിലവിൽ വന്നതെന്നുള്ള ഡേറ്റ്. നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകും 15/5/69, 14/7/69. ചിലപ്പോൾ അവർ ചോദിക്കുക മെയ് 15, ജൂൺ 15, ജൂലൈ 15 എന്നൊക്കെ ആയിരിക്കും. അപ്പൊ കൺഫ്യൂഷൻ ആവും. ഒരിക്കലും ഉണ്ടാവരുത്. മെയ് 15, 1969 KCS ആക്ട് നിലവിൽ വന്നത്. പിന്നെയോ ജൂലൈ 14, 1969 റൂൾ വന്നത്. അപ്പൊ ആദ്യം വന്നത് ഏതാണ്? ആക്ട് ആണ്. രണ്ടാമതാണ് ഏത് വന്നത്? റൂള് വന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കുക. ജൂലൈ 14 മെയ് 15. ഒരിക്കലും ആ ഇയർ പിന്നെ മാറുന്നില്ലല്ലോ. ആ ഡേറ്റ് ഒരിക്കലും മാറണ്ട. KCS ആക്ട് നിലവിൽ വന്നത് 15/5/1969. KCS റൂൾ നിലവിൽ വന്നത് 14/7/69. ഓക്കെ, ക്ലിയർ ആണോ? ഈ രണ്ട് ഡേറ്റും നിർബന്ധമായിട്ടും പഠിക്കണം. ഈ KCS ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരായിരുന്നു? അല്ലെങ്കിൽ KCS ആക്ട് കേരള അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെയാണ് പറയാറ്? PR കുറുപ്പ്. KCS ബില്ല് കേരള അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? PR കുറുപ്പാണ് KCS ബില്ല്. ആദ്യം ആക്ട് ആയി മാറണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ അമെന്റ്മെന്റ് ഇത്രയും കാലം നമ്മൾ വന്നിട്ട് കുറെ കാലമായി അല്ലെ? ഇതുവരെ അത് ആദ്യം അസംബ്ലിയിലൊക്കെ സൈൻ ചെയ്തിട്ടാണ്, അസംബ്ലിയിലൊക്കെ അവതരിപ്പിച്ചിട്ടാണ് പിന്നെയാണ് അത് ഗവർണറൊക്കെ സൈൻ ചെയ്യുള്ളൂ. അപ്പൊ അത് കേരള അസംബ്ലിയിൽ KCS ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത മിനിസ്റ്റർ ആരാണ് ചോദിച്ചാൽ ആരാണ്? PR കുറുപ്പാണ്. PR കുറുപ്പാണ് കേരള അസംബ്ലിയിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? KCS ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. KCS ആക്ടില് ടോട്ടൽ 110 സെക്ഷനും 201 റൂളും ആണുള്ളത്. ഇനി എങ്ങനെയാണ് ആക്ട് ആൻഡ് റൂളില് സെക്ഷൻസും റൂൾസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ചാപ്റ്റർ വൈസ് ആണ്. ചാപ്റ്റർ വൈസ് ആയിട്ടാണ് KCS ആക്ടില് സെക്ഷൻസും റൂളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. KCS ആക്ടില് 16 ചാപ്റ്ററും KCS റൂളിൽ എത്ര ചാപ്റ്റർ ആണുള്ളത്? 15 ചാപ്റ്റർ ആണുള്ളത്. ഓക്കെ, ഇപ്പൊ ഏത് ചാപ്റ്ററാ റൂൾ ഇല്ലാത്തത്? എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ? KCS ആക്ടിൽ എത്ര ചാപ്റ്റർ, KCS റൂളിൽ എത്ര ചാപ്റ്റർ? ഇനി റൂൾ ഇല്ലാത്ത ചാപ്റ്റർ ഏതാണ്? എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ. അത് എന്താ? അതിന്റെ ആൻസർ എന്താ? ആ നമ്പർ മാറാണ്ട് പഠിക്കണേ.
In which chapter of KCS Act have no rules? In which chapter of KCS Act have no rules? അതായത് റൂൾസ് ഇല്ലാത്ത KCS ആക്ടിന്റെ ചാപ്റ്റർ ഏതാണ്? അതെ, ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6ൽ എന്തില്ല? റൂൾ ഒന്നും തന്നെ ഇല്ല. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്ത് പഠിക്കണേ. അപ്പൊ KCS ആക്ടില് ടോട്ടല് 16 ചാപ്റ്ററും KCS റൂളില് ടോട്ടല് 15 ചാപ്റ്ററും ആണുള്ളത്. അതിൽ ഏത് ചാപ്റ്ററിലാണ് റൂൾസ് ഇല്ലാത്തത്? In which chapter of KCS Act have no rules? ചാപ്റ്റർ 6. ചാപ്റ്റർ 6ലാണ് എന്തില്ലാത്തത്? റൂൾസ് ഒന്നും തന്നെ ഇല്ലാത്തത്. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ എത്ര സെക്ഷൻ ഉണ്ട്? 110 സെക്ഷൻ. എത്ര റൂൾ ഉണ്ട്? 201 റൂള്. KCS ആക്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 16 ചാപ്റ്റർ. KCS റൂളിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 15 ചാപ്റ്റർ. റൂൾ ഇല്ലാത്ത ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 6 ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ബൈലോ ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? അവരുടെ ബൈലോ ആണ്. ഇത്രയും ക്ലിയർ ആയോ? അതാണ് നമുക്ക് KCS ആക്ടിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. കുറച്ചും കൂടി പറയാനുണ്ട്. ഇത്രയും ക്ലിയർ ആയോ? ഇത് നിർബന്ധമായും പഠിക്കേണ്ടത് ആ 2 ഡേറ്റ്, ആ ചാപ്റ്റർ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും അപ്പൊ തന്നെ പറയാ. In which chapter of KCS Act have no rules? റൂൾസ് ഇല്ലാത്ത KCS ആക്ടിലെ ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 6 ആണ്. കാരണം നമ്മളും പറഞ്ഞില്ലേ 15 ചാപ്റ്ററേ റൂളിലുള്ളൂ പറഞ്ഞില്ലേ. അപ്പൊ ഏതിലാ ഇല്ലാത്തത്? ചാപ്റ്റർ 6ൽ എന്തില്ല? റൂൾ ഒന്നും തന്നെ ഇല്ല. ഇനി KCS ആക്ടില് ടോട്ടല് 3 ഷെഡ്യൂളും 3 അപ്പൻഡിക്സ് ആണുള്ളത്. അറിയാലോ, എപ്പോഴും ചോദിക്കാറുണ്ട് KCS ആക്ടിൽ എത്ര അപ്പൻഡിക്സ് ഉണ്ട്, എത്ര ഷെഡ്യൂൾ ഉണ്ട് എന്നുള്ളത് എപ്പോഴും നോക്കാറുണ്ട്. എത്ര ഷെഡ്യൂൾ ഉണ്ട്, എത്ര അപ്പൻഡിക്സ് ഉണ്ട് KCS ആക്ടില്? 3 ഷെഡ്യൂളും 3 അപ്പൻഡിക്സും ആണ് ഉള്ളത്. അത് മൂന്നും എന്താണെന്നും പഠിക്കണം. KCS ആക്ടില് 3 ഷെഡ്യൂള് 3 അപ്പൻഡിക്സ്. ഷെഡ്യൂൾ 1 എന്താ, ഷെഡ്യൂൾ 2 എന്താ, ഷെഡ്യൂൾ 3 എന്താ പഠിക്കണം. ഈ ഷെഡ്യൂളും അപ്പൻഡിക്സും കൂടി കൺഫ്യൂഷൻ ആവരുത്. ഷെഡ്യൂൾ 1 എന്താണ്? PSC അപ്പോയിന്റ്മെന്റ് ആണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റിയിലും എന്താ നടത്തുന്നത്? PSC വഴിയാണ് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. അതിനെ കുറിച്ചാണ് ഏതിൽ പറയുന്നത്? ഷെഡ്യൂൾ 1ൽ പറയുന്നത്. ഷെഡ്യൂൾ 1 എന്താണ്? ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ടു വിച്ച് അപ്പോയിന്റ്മെന്റ് ഡൺ ബൈ PSC. ടു വിച്ച് അപ്പോയിന്റ്മെന്റ് ഡൺ ബൈ PSC. PSC അപ്പോയിന്റ്മെന്റ് അപ്പെക്സ് സൊസൈറ്റിയിലേക്കും സെൻട്രൽ സൊസൈറ്റിയിലേക്കുള്ള PSC അപ്പോയിന്റ്മെന്റിനെ കുറിച്ചാണ് ഏതിൽ പറയുന്നത്? ഷെഡ്യൂൾ 1ൽ പറയുന്നത്. ഷെഡ്യൂൾ 1. ഇനി ഷെഡ്യൂൾ 2 എന്താണ്? ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് മെൻഷൻ ചെയ്യുന്ന ഷെഡ്യൂൾ എത്രയാണ്? ഷെഡ്യൂൾ 2 ആണ്. ഷെഡ്യൂൾ 3 എന്താണ്? ടൈം ലിമിറ്റ് ആണ്. ഷെഡ്യൂൾ 3 എന്താണ്? ടൈം ലിമിറ്റ് ആണ്. KCS ആക്ടിൽ 3 ഷെഡ്യൂൾ ആണുള്ളത്. ഷെഡ്യൂൾ 1ല് PSC അപ്പോയിന്റ്മെന്റ്, ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഷെഡ്യൂൾ 3 ടൈം ലിമിറ്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴാണ് ആലോചിക്കുക ഷെഡ്യൂൾ ആണോ അപ്പൻഡിക്സ് ആണോ എന്നുള്ളത്. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഷെഡ്യൂൾ കറക്റ്റ് അറിയണം, അപ്പൻഡിക്സും കറക്റ്റ് അറിയണം. ഇനി 3 അപ്പൻഡിക്സ് ആണുള്ളതെന്ന് പറഞ്ഞില്ലേ നമ്മള്. അപ്പൻഡിക്സ് 1 എന്താണ്? രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതാണ് ഇത് അപ്പൻഡിക്സ് 1. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നതാണ് അപ്പൻഡിക്സ് 1. അപ്പൻഡിക്സ് 2 എന്ന് പറയുന്നത് ഫോംസ് ആണ്. നമ്മളിപ്പോ KCS ആക്ട് പഠിക്കുമ്പോൾ ഒരുപാട് ഫോം പറയും അല്ലെ. ഫോം നമ്പർ 1, 2, 3, 31 അങ്ങനെ 35 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫോം നമ്പറുകൾ പഠിക്കാറുണ്ട്. ആ ഫോമുകളൊക്കെ മെൻഷൻ ചെയ്യുന്നത് എത്രയാണ്? എവിടെയാണ്? അപ്പൻഡിക്സ് 2ലാണ്. അതുപോലെ അപ്പൻഡിക്സ് 3 എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പാറ്റേൺ ആൻഡ് സ്റ്റാഫ് പാറ്റേൺ ഓഫ് വേരിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പൻഡിക്സ് 3 എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ സ്റ്റാഫ് പാറ്റേൺ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷൻ മെൻഷൻ ചെയ്യുന്നതാണ് ഇത് അപ്പൻഡിക്സ് 3ല്.
അപ്പൊ നമ്മൾ ഷെഡ്യൂൾ 3 പറഞ്ഞു, അപ്പൻഡിക്സ് 3 പറഞ്ഞു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? പഠിക്കന്നെ വേണം. ഷെഡ്യൂൾ 1 PSC അപ്പോയിന്റ്മെന്റ്. എവിടേക്കുള്ള PSC അപ്പോയിന്റ്മെന്റ്? അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റിയിലേക്കുള്ള PSC അപ്പോയിന്റ്മെന്റ് ആണ് ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഷെഡ്യൂൾ 3 എന്ന് പറയുന്നത് ടൈം ലിമിറ്റ് ആണ്. ഇനി 3 അപ്പൻഡിക്സ് ആണ് കേസസ് റൂളിലുള്ളത്. അപ്പൻഡിക്സ് 1 വേരിയസ് രജിസ്റ്റേഴ്സ് ആണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് അപ്പൻഡിക്സ് 1 പറയുന്നത്. അപ്പൻഡിക്സ് 2 വേരിയസ് ഫോംസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൻഡിക്സ് 3 സ്റ്റാഫ് പാറ്റേൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസിനെ കുറിച്ചാണ് അപ്പൻഡിക്സ് 3 മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും നമ്മൾ ഇത്ര നേരമായിട്ട് ഒന്നും എന്തായി പറഞ്ഞിട്ടില്ല, സെക്ഷൻ റൂൾ ഒന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഇത്രയും നേരം പറഞ്ഞതൊക്കെ KCS ആക്ടിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചു പോവാട്ടോ. പിന്നീട് ഡൗട്ട് വെക്കണ്ട. മാക്സിമം അപ്പൊ തന്നെ എന്ത് ചെയ്യാ, ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ ഞാന് ക്ലാസ് സെക്ഷൻ റൂൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. പഠിക്കുമ്പോൾ വൃത്തിയായി ഡീറ്റെയിൽഡ് ആയി തന്നെ പഠിക്കുക കേട്ടോ. ഒരു കാര്യം കുറച്ച് പഠിക്കുക, ബാക്കി പിന്നെ പഠിക്കാൻ അങ്ങനെ ഇരിക്കണ്ട. പഠിക്കുന്ന കാര്യം വൃത്തിയായി പഠിച്ചാൽ മതി. ഒരുപാട് പഠിക്കുന്നതിലല്ല അർത്ഥം. പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായി പഠിക്കുക, അതിൽ പിന്നെ ഒരു ഡൗട്ട് വരരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ചോദിച്ചോളൂ. വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ തന്നെ ചാറ്റ് ബോക്സ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോളൂ. ഒരു ക്ലാസ് അടുത്ത ലോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയി പഠിച്ചു വരണം. ഇന്ന് ക്ലാസ് കേട്ടില്ല, അടുത്ത ക്ലാസ് കേൾക്കും, പിന്നെ ഒരു ക്ലാസ് കേൾക്കും, അങ്ങനെ ഇരിക്കരുത്. പഠിക്കുമ്പോൾ ഇന്ന് 1 തൊട്ട് 10 പഠിച്ചിട്ട് നമ്മൾ അടുത്ത ദിവസം വന്നിട്ട് 50 തൊട്ട് 60 അല്ലല്ലോ പഠിക്കുക. ലോയുടെ സെക്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് തന്നെ പഠിച്ചു പോകണം. അപ്പൊ ഇന്ന് പഠിക്കണത് ഇന്ന് തന്നെ വൃത്തിയായി പഠിച്ചാലേ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അത് പുതിയ ആൾക്കാരോട്ടോ പറയുന്നത്. ഇതൊക്കെ ഓൾറെഡി പഠിച്ചിരിക്കുന്നവരോടല്ല, പുതുതായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവര്, പഠിച്ചു തുടങ്ങുന്നവരോടാണ് ഈ പറയുന്നതൊക്കെ. കാരണം ഒരിക്കലും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എങ്ങനെ പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഒരിക്കലും വരാൻ പാടില്ല. പലർക്കുള്ള ഡൗട്ടാണ്, എങ്ങനെ പഠിക്കും, എന്ത് പഠിക്കും, ഏത് ഗൈഡ് പഠിക്കും, ബൈ ഹാർട്ട് പഠിക്കണോ, അതോ ഏതെങ്കിലും ബുക്ക് മാത്രം പഠിക്കും. ഇപ്പോഴും ചോദിക്കും, എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഏത് ഗൈഡ് പഠിച്ചാലാണ് ജോലി കിട്ടുക എന്ന്. ഒരു ഗൈഡ് പഠിച്ചാലും ജോലി കിട്ടില്ല എന്ന് ഞാൻ പറയും. കാരണം ഒരു ഗൈഡ് കൊണ്ട് പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും ആ ഗൈഡ് നോക്കി പഠിച്ചൂടെ? അങ്ങനെ ഒരു ഗൈഡും ഇല്ല. കോർപ്പറേഷനിൽ അങ്ങനെ ഒറ്റ ഗൈഡ് പഠിച്ച് ജോലി കിട്ടുന്ന ഒരു ഗൈഡും കേരളത്തിലില്ല. എല്ലാം പഠിക്കണം. ഒരു ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയരുത്. മാക്സിമം എല്ലാം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് മാത്രമേ തരുന്നുള്ളൂ. മാക്സിമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഫുൾ എഫേർട്ട് ഞങ്ങൾ തരും. അത് മാത്രമല്ല, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എഫേർട്ട് എടുക്കണം. എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ഞാൻ പറയാതെ, ഞാൻ തുടക്കക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുക എന്താന്ന് വെച്ചാല്, ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്യുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത്. അതല്ലാണ്ട് ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു പോകണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയ കൂടുതൽ പഠിക്കണം. ഒരു കോർപ്പറേഷൻ പഠിക്കുന്ന കുട്ടിക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുമോ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് വരുമോ ഇല്ലെന്ന് പറയണമെങ്കിൽ നമ്മളെല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് എങ്കിൽ പോലും അത്യാവശ്യം പഠിച്ചൊരു കുട്ടിക്ക് മനസ്സിലാവും ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നുള്ളത്. അത് ആദ്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്യണം. നമ്മൾ എന്നും ക്ലാസ് മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ നടത്തും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഏരിയ ആണ് കൂടുതൽ പഠിക്കേണ്ടതെന്നൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാം പഠിക്കുക. ഉള്ള ഒരു ബുക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ബുക്കിലേ ഞാൻ പഠിക്കുള്ളൂ പറഞ്ഞിരിക്കരുത്. മാക്സിമം നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ നിന്ന് കണ്ടെടുക്കുക. അതുപോലെ GK ആണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ടോപ്പിക് ഇല്ല. അപ്പൊ എന്ത് പഠിക്കണം എന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട്, ഇപ്പൊ എക്സാം ഒന്നും ആയിട്ടില്ലല്ലോ, ഒരു 3 മാസം ഇനിയും ടൈം ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു മണിക്കൂർ വെച്ച് GK പഠിച്ചു നോക്കി നോക്കൂ. നിങ്ങൾ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും നല്ല ബെറ്റർ ആവും. GK അതുപോലെ ഇംഗ്ലീഷ് ഒക്കെ മാർക്ക് കുറയുന്നവർ എന്ത് ചെയ്യുക, ഡെയിലി 1 മണിക്കൂർ ഇംഗ്ലീഷ്, 1 മണിക്കൂർ GK പഠിക്കുക, 1 മണിക്കൂർ മാത്സും ചെയ്യുക. ബാക്കിയുള്ള സമയത്ത് സബ്ജക്ട് പഠിക്കുക. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ഡെയിലി ചെയ്താൽ 3 മാസം കഴിയുമ്പോഴേക്കും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സെക്ഷൻ റൂൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സെക്ഷൻ 1 എന്താണ്? KCS ആക്ട് സെക്ഷൻ 1 എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. സെക്ഷൻ 1 ഓഫ് KCS ആക്ട് എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. അതായത് എവിടെയാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്? എവിടേക്ക് അപ്ലിക്കബിൾ ആണ്? KCS ആക്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എവിടേക്കാണ്? എല്ലാവിടെയും അപ്ലിക്കബിൾ ആണോ? എല്ലാ സ്റ്റേറ്റിലും അപ്ലിക്കബിൾ ആണോ? ഹോൾ ഇന്ത്യ അപ്ലിക്കബിൾ ആണോ? അല്ല അല്ലെ. KCS ആക്ട് എന്ന് പറയുന്നത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരള, കേരളത്തിലെ 14 ജില്ലകൾക്കും ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരള അപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്ട് ആണ് എന്ത്?
KCS ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരളയാണ് എന്ത് KCS ആക്ടിന്റെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത്. KCS ആക്ട് ഷോർട്ട് ടൈറ്റിൽ എന്താണ്? KCS ആക്ട്. എവിടെയാണ് എക്സ്റ്റെന്റ് ചെയ്തിരിക്കുന്നത്? ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മൾ എന്നാ വന്നത് എന്നൊക്കെ പറഞ്ഞു. KCS ആക്ട് നിലവിൽ വന്നപ്പോഴാണ്, KCS റൂൾ നിലവിൽ വന്നത് എപ്പോഴാന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 2 ഡെഫിനിഷൻസ്. അതായത് നമ്മുടെ KCS ആക്ടിൽ പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്.